തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉത്തരാഖണ്ഡ് പോലീസാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. അതേസമയം പ്രേംകുമാർ തന്നെയാണോ മരിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശരത്ത് ഓങ്ങല്ലൂർ തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, നമ്മുടെ നാടിനെ നടുക്കിയ സംഭവമായിരുന്നു പടിയൂരിലെ ഇരട്ടക്കൊലപാതകം. അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ പ്രേംകുമാർ ഇപ്പോൾ അയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് ലഭിക്കുന്നത്. സ്ഥിരീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചോ? മനു, പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾക്ക് ഒരു ഫോൺ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ഥിരീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ അവസാനമായി നമ്മളോട് പറയുന്നത്. കാരണം ഇത്തരത്തിൽ പടിയൂരിൽ കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ഈ പ്രേംകുമാർ ഡൽഹിയിലുണ്ട് എന്ന അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കേരള പോലീസ് ഡൽഹിയിലെത്തിയിരുന്നു. അവിടെ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് പോയി എന്നൊരു അറിയിപ്പ് പോലീസിന് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡെറാഡൂൺ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേദാർനാഥിൽ നിന്ന് ഇത്തരത്തിൽ മകളുടെ പ്രേംകുമാറിൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മകൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയാണ്. ആ ഫോൺ കോൾ ലഭിച്ച അടിസ്ഥാനത്തിൽ ആ ഒരു മൃതദേഹം ലഭിച്ചുവെന്നും ആ മൃതദേഹത്തിന് ഉണ്ടായിരുന്ന ആധാർ കാർഡിലെ അഡ്രസ്സ് വെച്ചിട്ടാണ് തങ്ങൾ ഇപ്പോൾ ബന്ധപ്പെടുന്നത് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് വിളിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇത്തരത്തിൽ ഒരു വ്യാജമായിട്ടുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ പ്രേംകുമാർ മുമ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ഉത്തരേന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മൃതദേഹം കാണിച്ചുകൊണ്ട് അത് പ്രേംകുമാർ മരിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന കാര്യത്തിനകത്ത് പോലീസ് കാര്യമായി സംശയിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഈ കേരള പോലീസ് ഉണ്ട്. അവർ കേദാർനാഥിലേക്ക് എത്തുന്നതോടുകൂടി ഇതിനകത്ത് വ്യക്തത വരും. ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ പ്രേംകുമാർ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ പടിയൂരിൽ അമ്മയും മകളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായത്. അതിനുശേഷം പ്രതി കേരളം വിട്ടിട്ടുണ്ടാകും എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉത്തരേന്ത്യയിൽ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. ഉത്തരേന്ത്യയിലെ ഡൽഹിയിൽ എത്തിയ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അവിടെ നിന്ന് ഉത്തരാഖണ്ഡിലേക്ക് പോയ വിവരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രേംകുമാർ ആണോ മരിച്ചെന്ന കാര്യത്തിനകത്ത് ഒരു സ്ഥിരീകരണം ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് പോലീസ് കേദാർനാഥിലേക്ക് എത്തുമോ? എന്താണ് ഇപ്പോൾ തൃശൂർ റൂറൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത്, പറയുന്നത്? മനു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂറൽ പോലീസുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതിനകത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉത്തരാഖണ്ഡിലുണ്ട്, ഉത്തരാഖണ്ഡ് ഡെറാഡൂണിലുണ്ട്. ഇത് കേദാർനാഥിൽ എത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രേംകുമാറിൻ്റെ മൃതദേഹം തന്നെയാണോ ഇത്തരത്തിലുള്ളത് എന്ന കാര്യത്തിനകത്തൊരു സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. എത്ര സമയം കൊണ്ട് എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. എന്തായാലും ഇന്നത്തോട് കൂടിയിട്ട് ഇപ്പോൾ ലഭിച്ച വിവരം അത് വാലിഡ് ആണോ, അത് കൃത്യമാണോ എന്ന കാര്യത്തിനകത്ത് ഇന്ന് സ്ഥിരീകരണം ഉണ്ടാകും. അത് പ്രേംകുമാർ ആണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കൊലപാതകത്തിൻ്റെ ഒരു പ്രതിയുടെ ഒരു അവസാനം എന്ന രീതിയിൽ പറയേണ്ടി വരും. നമുക്കറിയാം, ഇതിനു മുമ്പ് ഉദയംപേരൂരിൽ ഇതേപോലെ വീട്ടമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ, ആദ്യ ഭാര്യയെ. അതിനുശേഷമാണ് പടിയൂരിൽ വന്ന് വിവാഹം കഴിക്കുന്നത്. പടിയൂർ വിവാഹം കഴിഞ്ഞ ഭാര്യയെയും അമ്മയെയും അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരുക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാളെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അയാളുടെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിട്ടുള്ള മകൾക്ക് ഇത്തരത്തിൽ ഒരു ഫോൺ ലഭിക്കുന്നത്. സാധാരണഗതിയിൽ പോലീസിനെ സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യഘട്ടത്തിൽ കേരള പോലീസുമായി ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടപടിക്രമം കിടക്കുന്നത്. എന്നാൽ ഇപ്പോൾ മകളെ വിളിച്ചു എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറയുന്നത് ഈ പ്രേംകുമാറിൻ്റെത് എന്ന് പറയപ്പെടുന്ന മൃതദേഹത്തിൽ ഒരു ആധാർ കാർഡ് ലഭിച്ചു, ആധാർ കാർഡും ഫോൺ നമ്പറും ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, രക്ഷപ്പെടാൻ വേണ്ടി ഏതു മാർഗം സ്വീകരിക്കുന്ന ഇയാളുടെ രീതി, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പോലീസ് ഇതിനകത്തൊരു സ്ഥിരീകരണം ലഭിക്കാത്തത്. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ഇയാൾ ഈ ദൃശ്യം സിനിമയിലൊക്കെ കണ്ടതുപോലെ ഫോൺ ട്രെയിനിലോ മറ്റോ കയറ്റി വിടുന്നത് നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് കയറ്റി വിട്ട് ആ രീതിയിൽ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഹിസ്റ്ററി അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടത്തിയത് മറ്റേതെങ്കിലും തരത്തിലുള്ള നാടകമാണോ എന്നൊരു സംശയവും പോലീസിന്റെ മുൻപിലുണ്ട്. അവിടെ എത്തി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ അതിലൊരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഇന്ന് തന്നെ അതിലൊരു ഉത്തരം കിട്ടുമെന്നാണ്.
തീർച്ചയായിട്ടും മനു, ഇന്ന് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് ഇന്നിപ്പോൾ കേദാർനാഥിൽ കണ്ട മൃതദേഹം പ്രേംകുമാറിൻ്റെതാണോ എന്ന കാര്യത്തിനകത്ത് ഇന്ന് തന്നെ അതിനകത്ത് കൃത്യമായ വ്യക്തതയുണ്ടാകുമെന്നാണ് റൂറൽ പോലീസ് പറയുന്നത്. കാരണം നമ്മുടെ പോലീസ് ടീം, അന്വേഷണ സംഘം ഈ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ തന്നെയുണ്ട്. ഡൽഹിയിൽ ഒരു ടീമുണ്ട്, അതിൻ്റെ മറ്റൊരു ഭാഗം ഉത്തരാഖണ്ഡിലേക്ക് പോയിട്ടുണ്ട്. ഇയാൾ ഉത്തരാഖണ്ഡിലേക്ക് രക്ഷപ്പെട്ടു എന്നറിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ പോലീസ് സംശയിക്കുന്ന ഇത്തരത്തിൽ പോലീസ് തൻ്റെ പുറകെ ഉണ്ടെന്ന് അറിഞ്ഞ് പ്രേംകുമാർ ഉണ്ടാക്കിയ ഒരു നാടകമാണോ ഇത് എന്ന കാര്യത്തിനകത്ത് ഒരു സംശയം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മനു. ഒപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഡോക്ടറാണ് വിളിച്ചറിയിച്ചത് എന്ന് പറയുന്നു. നമ്മൾ ഉത്തരാഖണ്ഡ് പോലീസുമായിട്ട് തുടർച്ചയായ ആശയവിനിമയം നടത്തുന്നില്ലേ ഇവിടെ തൃശ്ശൂർ പോലീസ്? ആ രീതിയിൽ അവരുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ ദില്ലിയിലുണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിലുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ആശയവിനിമയം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുത്ത് വളരെ കൃത്യമായി തന്നെ ഇയാളുടെ മൃതദേഹമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നില്ലേ? തീർച്ചയായിട്ടും മനു, അതിനുള്ള നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൊലപാതകം നടന്ന സമയത്ത് തന്നെ പോലീസിന്റെ പ്രാഥമിക നിഗമനം തന്നെ ഇയാൾ കേരളം വിട്ടു എന്ന കാര്യത്തിനകത്താണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ നാടായ കോട്ടയത്തെ ചില പ്രദേശങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആദ്യ കൊലപാതകം കഴിഞ്ഞ ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. അന്ന് ഇയാൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, തുടർന്നും അവരുടെ സഹായം തേടിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ബഹുഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു കൊടും ക്രിമിനലാണ്. 3 കൊലപാതക കേസിലെ പ്രതിയാണ്. 2 സസ്പെക്റ്റഡും 1 ഇത്തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആളുമാണ് എന്ന കാര്യത്തിനകത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. ബഹുഭാഷകളിൽ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉത്തരാഖണ്ഡ് പോലീസുമായി കൃത്യമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് ലഭിച്ചത്. ഇതിനകത്ത് എവിടെയാണ് ഇത്തരത്തിൽ ബോഡി കണ്ടെത്തിയത്, അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്പോട്ട് ചെയ്യാനുള്ള സമയം എത്രയൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾക്കകത്ത് മാത്രമാണ് ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നത്. എന്തായാലും ഇന്നത്തോടു കൂടി തന്നെ ഇതിനകത്ത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ കണ്ടെത്തിയ മൃതദേഹം ഈ പറയുന്ന പ്രതി, സംശയിക്കുന്ന വ്യക്തിയുടേതാണോ പ്രേംകുമാറിൻ്റെതാണോ എന്ന കാര്യത്തിനകത്ത് വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മനു. ശരി ശരി. ശരത്ത് ഓങ്ങല്ലൂർ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.